18. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് നോക്കി, നമ്മൾ ബേസിക് ഡാറ്റ ടൈപ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പല സമയത്തും നമുക്ക് ഡാറ്റ ടൈപ്പിനെ ഒന്നിനൊന്ന് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കൂടുതലും വരിക എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നമുക്ക് കിട്ടുന്ന ഡാറ്റ API ഒരു പക്ഷേ നമുക്ക് കിട്ടുന്ന ഡാറ്റ, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഒരു പക്ഷേ സ്ട്രിങ് ഫോർമാറ്റിലായിരിക്കും. അതിനപ്പം നമ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്പറിനെ സ്ട്രിങ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ നമുക്ക് ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ പറയാം ടൈപ്പ് കാസ്റ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി പൈത്തണിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഞാൻ ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഞാൻ അതിന് വെച്ച് ഞാൻ ഒരു 20 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ കൊടുത്തു. പക്ഷെ ഞാൻ കൊടുത്തുള്ളത് സ്ട്രിങ് ആയിട്ടാണ്. ഏജ് ഈക്വൽ 20 ഡബിൾ കോട്ട്സിനോടെല്ലാം കൊടുത്തുള്ളൂ. അപ്പോൾ ഇത് സ്ട്രിങ് ആണ്. എനിക്കിതിനെ നമ്പർ ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഞാൻ ഏജ് 1 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇതിനെ സ്ട്രിങ് ഫോർമാറ്റിലുള്ളതിന് ഇപ്പം എനിക്ക് ഈ സ്ട്രിങ്ങിനെ ആണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ഒരു 45 എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് തിയറിൻ്റെ മാർക്കാണ്. ഇനി പ്രാക്ടിക്കലിൻ്റെ മാർക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കലിൻ്റെ അല്ലെങ്കിൽ ലാബിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ലാബ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 5 കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കൊടുത്തിട്ടുള്ളത് 5 നമ്പറായിട്ടാണ്. എനിക്ക് സ്ട്രിങ്ങും നമ്പർ ഒരിക്കലും എനിക്ക് സം ചെയ്യാൻ കഴിയില്ല. ടോട്ടൽ മാർക്ക് ഈക്വൽ ടു എനിക്ക് വേണ്ട എന്താണ്, രണ്ടും കൂടെ സം ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ സിനാരിയോയിൽ നമുക്ക് ഇപ്പോൾ ഈ മാർക്കും ടോട്ടൽ മാർക്കും കൂടെ ലാബിൻ്റെ മാർക്കും കൂടെ ഞാൻ സം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എററാണ് അടിക്കുക. ഞാനിവിടെ വന്നിട്ട് പൈത്തൺ sample.py എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ എറർ അടിക്കും. എറർ അടിക്കുന്നത് ഓൺലി കോൺകാറ്റനേറ്റ്സ് സ്ട്രിങ് നോട്ട് ഇൻറ്റിജർ. നമുക്ക് രണ്ട് സ്ട്രിങ്ങിന് തമ്മിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് നമ്പറിനെ സം ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു സ്ട്രിങ്ങും ഒരു നമ്പറും അങ്ങനെ വർക്കൗട്ട് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ മാർക്ക് എന്നുള്ളതിനെ ആദ്യം നമ്മൾ നമ്പറാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം നമുക്കറിയാം നമ്പേഴ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഒന്ന് ഇൻ്റ് ആയിരുന്നു, മറ്റൊന്ന് ഫ്ലോട്ട് ആയിരുന്നു. അങ്ങനെ രണ്ട് നമ്പേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെനിക്ക് ഇൻറ്റിജർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈത്തണിൽ ഇൻറ്റ് തന്നെ പേരിലുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ മാർക്കിനെ ഞാൻ ഈക്വൽ ടു ഇൻറ്റ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻക്ക് ഞാൻ ഈ മാർക്ക് എന്ന് പറയുന്ന വാല്യൂവിനെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് ഇൻറ്റിജർ ആക്കിയിട്ട് ഇതിലേക്ക് അസൈൻ ചെയ്യാം. ഇതിൻ്റെ കർസറോടെ വെച്ച് നോക്കിയാൽ എനിക്ക് അവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണ്. അപ്പോൾ ഈ ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻറ്റിജർ അല്ലാത്ത ഒരു ഡാറ്റ ടൈപ്പ് എന്ന് അതിനെ ഇൻറ്റിജർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാർക്കിനെ എനിക്കിവിടെ എന്തായി, മാർക്കിന് പകരം ആണ് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ മാർക്കിനെ ഇൻറ്റിജർ ആക്കിയതിൻ്റെ ശേഷമുള്ള വേരിയബിളാണ് ആ വാല്യൂവിനെ ഞാൻ ഇവിടെ സം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇപ്പം നമുക്ക് എററൊന്നും അടിക്കുന്നില്ല. അപ്പം ഇവിടെ ഈ കേസിൽ ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് സ്ട്രിങ് ഡാറ്റ ടൈപ്പിനെ എനിക്ക് ഇൻറ്റിജർ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൺസോളിൽ വന്നിട്ട് ഞാൻ പൈത്തൺ കൺസോൾ നേരത്തെ ഓപ്പൺ ആക്കി വെച്ച പൈത്തൺ കൺസോൾ ഉണ്ട്. ഓക്കെ, പൈത്തൺ കൺസോളിൽ വന്നിട്ട് ഞാൻ ഇൻറ്റ് ഓഫ് ബ്രാക്കറ്റിൽ ഞാൻ ഒരു 40 എന്നുള്ളത് കൊടുക്കുകയാണ്. ഡബിൾ കോട്ട്സിനുള്ളത് സ്ട്രിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നോർമൽ ഇൻറ്റിജർ ആക്കിയിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ കൺസോളിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒരേപോലെ തന്നെയാണ്, നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കിവിടെ ഇത് നേരെ ഇവിടെ തന്നെ കൊടുക്കാനും പറ്റും. ഞാനിവിടെ വന്നിട്ട് എന്നുള്ളത് എല്ലാം സെപ്പറേറ്റ് വേരിയബിൾക്കെല്ലാം എടുക്കുന്നതിന് പകരം എനിക്ക് ഡയറക്റ്റ്ലി ഇവിടെ വന്നിട്ട് ഇൻറ്റ് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പം ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ നോക്കി. ഇപ്പം ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡാറ്റ ടൈപ്പിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പിനെ ഇൻറ്റിജർക്ക് മാറ്റാൻ പറ്റും. അപ്പം അത് സ്ട്രിങ്ങിനെ മാത്രമല്ല, അപ്പോൾ നമ്മൾ നോക്കിയത് സ്ട്രിങ്ങിനെ മാറ്റുന്നതാണ്.
ഇത് മാത്രമല്ല, ഇപ്പം ഞാനിവിടെ എക്സ് ഈക്വൽ ടു ഞാൻ ഇൻഡ് ഓഫ് ട്രൂ എന്ന് പറയുന്നത്, നമുക്കറിയാം ബൂളിയൻ വാല്യൂ ആണ് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഞാൻ ഇതിനെ പ്രിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വാല്യൂ കിട്ടുക? ട്രൂ എന്നുള്ള ബൂളിയൻ വാല്യൂവിനെ ഇൻറ്റിജർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇത് നോക്കി എനിക്ക് മനസ്സിലാവും. ട്രൂ എന്നുള്ളതിനെ ഇൻറ്റിജർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് കിട്ടുക. ബൂളിയൻ വാല്യൂ ആയിട്ടുള്ള ട്രൂവിനെ ഇൻറ്റിജർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് കിട്ടുക. അതേപോലെ ബൂളിയൻ വാല്യൂ ആയിട്ടുള്ള ഫാൾസിനെ ഇൻറ്റിജർ ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0 എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി എനിക്കൊരു ഫ്ലോട്ട് നമ്പർ ഉണ്ട്. അപ്പോൾ ഞാനൊരു 55.50 എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് നമ്പർ ഉണ്ട്. ഇതിൽ നമുക്ക് പോയിന്റ് വരുന്നുണ്ട്. ഇതിനെ ഞാൻ ഇൻറ്റിജർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 55 മാത്രം കിട്ടും. ഡെസിമൽ പോയിന്റിന്റെ ശേഷമുള്ള ഭാഗത്തിന് ഒഴിവാക്കും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 55 മാത്രം കിട്ടി, അതിന് ശേഷമുള്ള 50 എന്ന് പറയുന്നതിന് ഒഴിവാക്കും. ഓക്കെ, അപ്പം ഈ ഇൻറ്റിജർ ഉപയോഗിച്ചിട്ട് ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിനെ നമുക്ക് ഇൻറ്റിജർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് വേറെ ഒരു ഫംഗ്ഷനാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഫ്ലോട്ട് എന്ന് പറയുന്നത് നേരത്തെ പിന്നെ നമ്മൾ ഇൻറ്റിജറിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ സ്ട്രിങ് ആയിട്ട് ഞാനിപ്പോൾ ഒരു 50.90 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 50.90നെ ഫ്ലോട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് സ്ട്രിങ് ആണ്, പക്ഷെ അതിന് ഫ്ലോട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 50.9 അതിൻ്റെ ലാസ്റ്റത്തിൽ 0, ഇപ്പോൾ ഡെസിമലിൻ്റെ ശേഷമുള്ള ലാസ്റ്റത്തിൽ 0 ഒഴിവാക്കുന്നതാണ്. അപ്പോൾ 50.9 നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ നമുക്ക് നമ്പറിന് സ്ട്രിങ്ങിനെയും അതേപോലെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിനെ നമുക്ക് ഫ്ലോട്ട് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ എനിക്കുള്ളത് ഞാൻ ഒരു str എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. str എന്ന് പറയുന്നത് സ്ട്രിങ് മറ്റുള്ള ഡാറ്റ ടൈപ്പിന് സ്ട്രിങ് ആക്കിയിട്ട് മാറ്റാനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 100 എന്ന് പറയുന്ന വാല്യൂ ഇൻറ്റിജർ വാല്യൂവിനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് സ്ട്രിങ് ആക്കിയിട്ട് മാറ്റും. ഓക്കെ, ഇത് സ്ട്രിങ് വാല്യൂ ആണ്. നമുക്ക് എന്നിട്ട് ഈ അതിനെ സ്ട്രിങ് ആക്കി മാറ്റിയതിന് ശേഷം ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ മറ്റുള്ള സ്ട്രിങ്ങിനെ കോൺകാനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ str എന്ന് പറയുന്നത് മറ്റു ഡാറ്റ ടൈപ്പിനെ സ്ട്രിങ് ആക്കിയിട്ട് മാറ്റാനാണ്. ഞാനിവിടെ ട്രൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ എന്നുള്ളതിനെ പിടിച്ചിട്ട് സ്ട്രിങ് ആക്കിയിട്ട് മാറ്റും. അപ്പോൾ അതിൻ്റെ സ്ട്രിങ് വാല്യൂ ട്രൂ തന്നെയാണ്. ഓക്കെ, അപ്പം str എന്നുള്ളത് സ്ട്രിങ് കൺവേർട്ട് ചെയ്യാൻ, ഇൻറ്റ് എന്നുള്ളത് ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഫ്ലോട്ട് എന്നുള്ളത് ഫ്ലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന ഡാറ്റ ടൈപ്സും അതിൻ്റെ ടൈപ്പ് കാസ്റ്റിംഗ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ട വേറെ കേസ് എന്ന് പറയുന്നത് സ്ട്രിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ സ്ട്രിങ്ങിൻ്റെ ഒരു കേസ് നമ്മൾ നോക്കാനുള്ളത് സ്ട്രിങ് കോൺകാനേഷൻ ആണ്. അപ്പോൾ ഞാനിവിടെ മെസ്സേജ് ഈക്വൽ ടു, ഞാനിവിടെ ആദ്യം നെയിം ഈക്വൽ ടു ഞാൻ ജാഫർ എന്നുള്ളത് കൊടുത്തു. പിന്നെ മെസ്സേജ് ഈക്വൽ ടു എനിക്ക് ഹലോ ജാഫർ എന്നാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഹലോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സ്പേസ് കൊടുത്തു. എന്നിട്ട് എനിക്ക് രണ്ട് സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ആക്കണമെങ്കിൽ സ്ട്രിങ് കോൺകാനേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടത് പ്ലസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ നെയിമും കൂടെ ഞാൻ കോൺകാനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, ഹലോ ജാഫർ എന്നുള്ള മെസ്സേജ് കിട്ടും. ഞാനിവിടെ പ്രിന്റ് ചെയ്യാണ്. ഞാനിവിടെ വന്നിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ ജാഫർ എന്ന് കാണാൻ പറ്റും. അപ്പം ഇതിൽ ഹലോ എന്നുള്ളതും നെയിമും കൂടെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ്, കോൺകാനേറ്റ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ കോൺകാനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ട് സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്തിട്ട് ഒന്നാക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇനി സ്ട്രിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് പഠിക്കാനുണ്ട്, അത് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ നോക്കും.